നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. അങ്ങനെ ഒന്നുണ്ടല്ലോ, കൃഷ്ണൻകുട്ടി കൃഷ്ണന്റെ ബെസ്റ്റ് ചെയ്യാലോ. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ കല്യാണം ഉടനെ ഉണ്ടാവോ? എനിക്ക് അപ്പോഴേ തോന്നി വണ്ടി അങ്ങടെ പോണേന്ന്. ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും. അത് നമ്മളത്ര കാര്യാക്കണ്ട. ഉടനെ ഉണ്ടാവും. ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. നടക്കണം, നടക്കേണ്ട സമയത്ത് പെണ്ണൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നത് എങ്ങനെയാണത്? ഇല്ല. അങ്ങനെ പറയരുത് ബ്രോ, പേര് ഇത് ഇടിയൻ ചന്തു എന്നാണല്ലോ. ബ്രോയുടെ പേരും ചന്തു ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടോ? പേര് തന്നെ ഒരു സന്തോഷമൊന്നുമില്ല. എന്റെ റബ്ബേ, നീ എന്നെ കുത്തുവാള എടുപ്പിക്കല്ലേ. ധ്യാൻ ചേട്ടനെ കടത്തി വിട്ടുവോ? എന്നാലും ഈ ഇമ്മാരിക്കും ഞാൻ വിചാരിച്ചില്ല. എന്താ ആൾക്ക് ബോളിവുഡിലേക്ക് കിട്ടിയെന്ന് പറഞ്ഞു കേട്ടല്ലോ. ബോളിവുഡിലേക്ക് കിട്ടി. പോവാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ഹാപ്പി അല്ലേ? പിന്നെ ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. ചേച്ചി തമിഴിൽ നിന്നൊക്കെ ചേട്ടന്റെ ഓഫറുകൾ വരുന്നുണ്ടോ? തമിഴ് ഇൻഡസ്ട്രി വെട്രിമാരൻ, പാരൻ, മാരി സെൽവരാജ് ഇവരൊക്കെ വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സ്കിൻ കെയർ റുട്ടീൻ. സ്കിൻ കെയർ റുട്ടീൻ. റുട്ടീനൊന്നും ഇല്ല. രാത്രി മോൻ കഴി കിടക്കും, അത്ര തന്നെ. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും. വിട്ടോടോ.